ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ തമ്പുരാൻ്റെ ക്രൂശിലെ ശ്രേഷ്ഠമായ പീഠാനുഭവങ്ങൾക്ക് ശേഷമുള്ള ദിവസത്തെക്കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ചത് ദുഃഖശനിയാഴ്ചയുടെ ദിവസമായിട്ടാണ് നാം ആഘോഷിക്കുന്നത്. നമ്മുടെ തമ്പുരാൻ മരിച്ച പാതാളത്തിലേക്ക് ഇറങ്ങി വാങ്ങിപ്പോയ വിശ്വാസികളോട് സദ്വാർത്ത അറിയിച്ച, മരണത്തിനപ്പുറം ജീവൻ്റെ നിത്യസന്തോഷം അവരെ അറിയിച്ച അനുഗ്രഹകരമായ ദിവസമാണ് ദുഃഖ ശനിയാഴ്ച. ഈ ദിവസം പ്രത്യേകമായി വായിക്കുന്ന വേദവായനകളൊക്കെയും കബറടക്കപ്പെട്ടവനായ ക്രിസ്തുവിൻ്റെ കല്ലറയിലേക്ക് വിശിഷ്ട സാധനങ്ങളുമായി കല്ലറ അലങ്കരിക്കുവാൻ, സുഗന്ധദ്രവ്യങ്ങൾ കല്ലറയിൽ പൂശുവാൻ തക്കവണ്ണം കടന്നു വരുന്ന സ്ത്രീകളെക്കുറിച്ചൊക്കെ നാം വായിക്കുന്നുണ്ട്. ക്രിസ്തു കുരിശിൽ തറയ്ക്കപ്പെട്ടതിന് ശേഷം താൻ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള വലിയ വാഗ്ദത്തം ഒരുപക്ഷെ ക്രിസ്തു പഠിപ്പിച്ച സമയത്ത് അത്രയും ഗൗരവമായി കാണാതിരുന്ന യഹൂദന്മാർ ക്രിസ്തുവിൻ്റെ മരണത്തിനും കബറടക്കത്തിനു ശേഷം അതവരെ വല്ലാതെ അലട്ടിയിരുന്നു. അതുകൊണ്ട് അവർ വലിയ കല്ലറയ്ക്കൽ ഉരുട്ടിവെച്ച് അത് മുദ്ര വെച്ച് ഒരു കാരണവശാലും അതിനുള്ളിൽ നിന്നും ആ ശരീരം നഷ്ടപ്പെടാതിരിക്കുവാൻ തക്കവണ്ണം, അതിനെ സൂക്ഷിക്കുവാൻ തക്കവണ്ണം കാവൽക്കാരെ ആക്കിയ സംഭവത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. പരിമളാദികൾ പൂശുവാൻ തക്കവണ്ണം വന്ന സ്ത്രീകളെ സംബന്ധിച്ചും അവരുടെയും വലിയൊരു ചോദ്യം, അവരുടെ മനസ്സിനെ അലട്ടിയ ചോദ്യം, ഈ കല്ല് നമുക്ക് വേണ്ടി ആര് മാറ്റിത്തരും? ഈ ലോക ജീവിതത്തിൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധികൾക്ക് മുമ്പിലുള്ള ഒരു ഉത്തരം കൂടിയാണ് ഉയർപ്പ് പെരുന്നാൾ. ആര് നമുക്ക് വേണ്ടി പ്രതിസന്ധികൾ മാറ്റിത്തരും? പഴയ നിയമത്തിലും ഇതേ വലിയ പ്രതിസന്ധി കാണുന്നുണ്ട്. ദൈവജനം ഫറവോൻ്റെ അടിമയിൽ നിന്നും യാത്ര ചെയ്യുമ്പോൾ മുമ്പിൽ അലറി വിളിക്കുന്ന സമുദ്രവും പിമ്പിൽ കുലവിളിക്കുന്ന ഫറവോൻ്റെ സൈന്യങ്ങളും. പക്ഷേ അവർ പ്രതിസന്ധിക്ക് മുമ്പിൽ ചെന്ന് വെള്ളത്തിലേക്ക് കാലുവെച്ചപ്പോൾ സമുദ്രം രണ്ടായി മാറി എന്ന് പറയുന്നത് പോലെ തങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും മാറ്റിത്തരാൻ, ഈ പ്രതിസന്ധി മാറ്റാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് വിചാരിച്ച് കടന്നു ചെല്ലുമ്പോഴാണ് അവർ കാണുന്നത് കല്ല് മാറ്റി കല്ലറ തുറന്നു നിൽക്കുന്ന ഒരവസ്ഥ കാണുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെല്ലാം എപ്പോഴും നമ്മുടെ പ്രതിസന്ധികളെ, നമ്മുടെ അസ്വസ്ഥതകളെ ഒക്കെ മാറ്റുന്ന ഒരു ദൈവം, അവൻ കല്ലറയിൽ അടക്കപ്പെട്ടാലും ആ കല്ലറകളെ അതിജീവിക്കുന്ന ഒരു ശക്തി നമ്മുടെ മുമ്പിൽ എപ്പോഴും നടകൊള്ളുന്നുണ്ടെന്നുള്ള ബോധ്യം ഈ ദുഃഖശനിയാഴ്ച നമുക്ക് നൽകുന്നു. പാതാളത്തിലേക്ക് ഇറങ്ങി ആദാം മുതൽ ഇന്നേ വരെ കടന്നുപോയ സകല ആത്മാക്കളോടും ജീവനും പ്രത്യാശയും, നിങ്ങൾ നഷ്ടപ്പെട്ടവരല്ല, നിങ്ങൾക്ക് വേണ്ടി ഞാനിതാ നിങ്ങളെപ്പോലെ തന്നെ മരിച്ചു, പാതാളത്തിലേക്ക് ഇറങ്ങി, എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കുന്നു, അതുപോലെ നിങ്ങൾക്കും ഉയർപ്പിൻ്റെ സാധ്യതയുണ്ട് എന്ന് ക്രിസ്തു വാഗ്ദാനം ചെയ്ത അറിയിപ്പിൻ്റെ, അങ്ങനെയാണ് നാം ആ ദിവസത്തെ വിളിക്കുന്നത് അറിയിപ്പിൻ്റെ ശനിയാഴ്ച, സദ്വാർത്ത അറിയിച്ച ശനിയാഴ്ച. നമുക്കും പ്രതിസന്ധികൾ മുമ്പിൽ പകച്ചു നിന്ന ഭയപ്പെട്ട സ്ത്രീകൾക്ക് ഉത്തരമായി കല്ലറ അവരറിയാതെ തന്നെ അവർക്ക് വേണ്ടി തുറക്കപ്പെട്ടതുപോലെ ആദാം മുതൽ പാപത്തിൻ്റെ അടിമത്തത്തിൽ മൺമറഞ്ഞു പോയ അനേകം വിശ്വാസികളെ സംബന്ധിച്ചും നമ്മളിൽ നിന്ന് അനേകം ആളുകൾ, പൂർവികരായ ആളുകൾ ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയിട്ടുണ്ട്.
അവർക്കെല്ലാവർക്കും പ്രത്യാശ നൽകുന്നതാണ് ക്രിസ്തുവിൻ്റെ ഉയർപ്പ്. പൗലോസ് ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ പൗലോസ് ലീഹ വളരെ മനോഹരമായി മരിച്ച അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. നാം മരിച്ച് നമ്മുടെ ആത്മാവ് ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ അവസ്ഥ അതാണ്. എല്ലാവരും ചോദിക്കാറുണ്ട്, മരിച്ചവരുടെ അവസ്ഥ എന്താണ്, അവരെവിടെയാണെന്ന്. പൗലോസ് ലീഹ പറയുകയാണ്, നാം മരിച്ച് നമ്മുടെ ആത്മാവ് ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അങ്ങനെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന ആ അനുഭവത്തിൽ കഴിയുന്ന എല്ലാവരെയും അവിടെ തന്നെ പൗലോസ് ലീഹ പറയുന്നുണ്ട്, രണ്ടാമത്തെ വരവിൽ അവനോടൊപ്പം നാമും ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ട് അങ്ങനെ പാതാളത്തിൽ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ഓരോ വിശ്വാസികളും, മരണത്തിൽ കൂടി ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ഓരോ വിശ്വാസിയും പുനരുത്ഥാനത്തിൻ്റെ പ്രത്യാശ നൽകുന്ന ശ്രേഷ്ഠമായ ദിവസമാണ് ഈ ദുഃഖ ശനിയാഴ്ച. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കൾ ക്രിസ്തുവിൻ്റെ പരിമളം മൂലം ആനന്ദിക്കട്ടെ. അവരും ഉയർപ്പിൻ്റെ സുഗന്ധം അനുഭവിക്കട്ടെ. ക്രിസ്തു എഴുന്നേറ്റതുപോലെ തമ്പുരാൻ്റെ രണ്ടാമത്തെ വരവിൽ നമ്മുടെ പ്രിയപ്പെട്ടവരും ഉയർത്തെഴുന്നേൽക്കുവാൻ്റെ ഗുണം ഭാഗ്യം സിദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. തമ്പുരാൻ എല്ലാവർക്കും പുനരുത്ഥാന പരിമളവും ഉയർപ്പിൻ്റെ സന്തോഷവും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.